ദൈവമക്കൾ. ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അത് ലോകത്തിന് അതിനെ കാണുവാനോ അനുഭവിക്കാനോ കഴിയത്തില്ല. ദൈവം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം, നന്മ എന്താണോ എന്ന് പറയാമോ? ലോകത്തിന് കൊടുത്ത നന്മ. കർത്താവായ യേശുവിൻ്റെ ജീവനാണ് ലോകത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം, സമ്മാനം. ദൈവമക്കളായി തീർന്നപ്പോൾ, യേശുവിനെ വിശ്വസിച്ച് നമ്മൾ മക്കളായി തീർന്നപ്പോൾ നമുക്ക് ലോകത്തിൽ തന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത്. യേശുവിനെ കർത്താവ് എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ, യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ നടത്തിപ്പുകാരനെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും പറ്റത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ നമുക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടി. ഇപ്പോൾ നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, അതുപോലെ ഇപ്പം നമ്മൾ വായിക്കുന്നതിന് എൻ്റെ ലൂക്കോസ് പറഞ്ഞ വാഗ്ദത്തത്തെ ലൂക്കോസ് തന്നെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:4. അങ്ങനെയാവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കണ്ടോ? അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാരോട് കേട്ടതാ, യേശു ക്രിസ്തു പറഞ്ഞതാ, പിതാവിൻ്റെ വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണോ നമ്മൾ ദാഹത്തോടിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 35 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എൻ്റെ അടുക്കൽ വന്നാൽ തിരുവെഴുത്ത് പറയുന്നതല്ലേ, അതാണ് പിതാവിൻ്റെ വാഗ്ദത്തമാണ്. യെഹെസ്കേൽ പറഞ്ഞതുപോലെ, യിരെമ്യാവ് പറഞ്ഞതുപോലെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഞാനിങ്ങനെ ശാന്തമായിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അത് കുറച്ച് ബഹളം ഉണ്ടാക്കി ശാന്തമായി പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങത്തില്ലല്ലോ അല്ലേ? പാസ്റ്റർ ഇന്ന് ഉറക്കമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയേക്കാന്ന് വിചാരിക്കാം. ശാന്തമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടെ പിതാവിനോട് കേട്ട വാഗ്ദത്തം യേശു നമുക്ക് തന്നിട്ട് പോവുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആ ഭാഗങ്ങൾ നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് ഒന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15, 16 എല്ലാം കർത്താവ് പറയുന്നത് ഈ കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ഞാനും പിതാവ് ഒന്നാണെന്നൊക്കെ വെളിപ്പെടുത്തി രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
അത് ഇന്നിപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് സമയമില്ല. നമ്മുടെ ദൈവത്തിൻ്റെ യഥാർത്ഥ വെളിപ്പാട് നമുക്ക് കിട്ടണം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. നമുക്ക് 3 ദൈവം ഉണ്ടോ? ഇല്ല. നമ്മൾ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതെന്താ അതിൻ്റെ അർത്ഥം? ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നമ്മൾ കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അവർക്ക് പിതാവൊരു ദൈവം, പുത്രനൊരു ദൈവം, പരിശുദ്ധാത്മാവൊരു ദൈവം എന്നൊക്കെ പറഞ്ഞപ്പോൾ, പിതാവും ഞാനും ഒന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കങ്ങ് സഹിച്ചില്ല. കാരണം അവർ ഏകദൈവ വിശ്വാസികളാണ്. നമ്മളോ ഏകദൈവ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികൾ. പക്ഷേ യേശുക്രിസ്തു വന്നാണ് ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തിയത്. മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ആഴമായിരിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത കാട് കയറും. വേറെ എന്തിലെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സുടക്കരുത്, പ്ലീസ്. ഹല്ലേലൂയ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം ഒരു മാത്തമാറ്റിക്കൽ ഗോഡല്ല നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ സത്തയ്ക്കകത്ത് ദൈവം അനാദിയായി ശാശ്വതമായി ഇരിക്കുമ്പോൾ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പുത്രൻ ഭൂമിയിൽ ജനിച്ചപ്പോഴല്ല പുത്രൻ ഉള്ളത്. ശരീരമെടുത്തത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ശരീരത്തിൽ വന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതിനു മുമ്പ് പുത്രനുണ്ട്. ഇതാണ് ബൈബിൾ യേശുവിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. ദൈവം, നമ്മുടെ ദൈവം ഈ ലോകത്തിൽ കാണുന്ന മറ്റു ദൈവങ്ങളെ പോലെ, മറ്റു ദൈവങ്ങളെല്ലാം ശക്തിയുള്ള ദൈവങ്ങളാണ്. ദൈവം ശക്തന്മാരാണ്, അവർ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം കേവലം ഒരു ശക്തിയായിട്ടല്ല പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തിയായിട്ടാണ്. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത. വ്യക്തിക്കാകുമ്പോൾ എന്തെല്ലാം ഉണ്ട്? വ്യക്തിയാകുമ്പോൾ സ്വഭാവങ്ങളുണ്ട്. ശക്തിക്ക് സ്വഭാവമല്ലോ ഉണ്ട്. ഇത് കറണ്ട് പോയി. കറണ്ട് എത്ര നാളായിട്ട് നമ്മളെന്ന് സഭായോഗം കൂടി ആണെന്നോ നമ്മളെ ഇന്ന് ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? കറണ്ടിനെ, കറണ്ടിന് ശക്തിയുണ്ട്, പക്ഷെ കറണ്ടിന് ചിന്താശക്തിയൊന്നും ഇല്ല, കറണ്ടിന് ബുദ്ധിയില്ല. നമ്മൾ സ്വിച്ച് ഇട്ടപ്പോൾ കറണ്ട് വന്നു. ഇത്രേ ഉള്ളു. കറണ്ട് പവറാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊന്നുമില്ല എൻ്റെ പവർ. അത്തരത്തിലുള്ള പവറാണ്. ഇന്നത്തെ മറ്റു മതവിശ്വാസങ്ങൾക്കെല്ലാം ക്രൈസ്തവ വിശ്വാസമൊഴിച്ച് ബാക്കി എല്ലാ വിശ്വാസങ്ങളും ശക്തിയുള്ള ഒരു ദൈവത്തെയാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ബൈബിൾ യേശുനാഥനിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത് വ്യക്തിയായ ഒരു ദൈവം. എന്താണ് വ്യക്തിയാണെങ്കിൽ? എനിക്ക് ഒരു സ്വഭാവമുണ്ട്, നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അല്ലേ? അതാണ് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവമാണ്. അപ്പോൾ ആ യേശു, ദൈവത്തിൻ്റെ സ്വഭാവം യേശു പറഞ്ഞു. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16 പറയുന്ന ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ഇപ്പം ദൈവം ഒറ്റയ്ക്ക് സ്വർഗത്തിൽ കോടാനുകോടി വർഷങ്ങളായിട്ടങ്ങനെ വിരാജിച്ച് അങ്ങനെ അവനങ്ങ് നിൽക്കുക. ഹലോ, ദൈവം സ്നേഹമാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, ദൈവം ഒറ്റയ്ക്കാണ്. ഈ സ്നേഹത്തിന് എന്താ അർത്ഥം? ദൈവം ഒറ്റയ്ക്ക് കോടാകോടി വർഷങ്ങളായിട്ട് ദൈവം ഒറ്റയ്ക്കങ്ങ് ഇരിക്കുക. ദൂതന്മാരില്ല, മനുഷ്യരില്ല,
മറ്റ് ചരാചരങ്ങളില്ല, സൃഷ്ടികളില്ല, പിതാവിൽ പുത്രനില്ല, പരിശുദ്ധാത്മാവില്ല, ഒന്നുമില്ല, ദൈവം മാത്രം. ആ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നൊരു സ്വഭാവമല്ലേ? ആണോ? സ്വഭാവമാണ് അല്ലേ? സ്നേഹം എന്നത് ഒരു സ്വഭാവമാണ്, ഒരു വ്യക്തിക്കുണ്ടാകുന്ന സ്വഭാവം. ഈ സ്നേഹം, ദൈവം സ്നേഹമാണ്. സ്നേഹം കൊടുക്കാൻ പറ്റണ്ടേ? ഇല്ല പിന്നെ എന്ത് സ്നേഹം? എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ലെങ്കിൽ അത് സ്നേഹമാണ്. സ്നേഹം എനിക്ക് കിട്ടും. സ്നേഹം സ്നേഹിക്കപ്പെടാനും സ്നേഹം കിട്ടാനും സ്നേഹം കൊടുക്കാനും കഴിയുന്നില്ലെങ്കിൽ അതെന്തോ സ്നേഹം? ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തത എന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വിശ്വസ്തനാണെന്നൊരു കാര്യമുണ്ടോ? വിശ്വസ്തത കൊടുക്കേണ്ടതാണ്, കിട്ടേണ്ടതാണ്, തെളിയിക്കപ്പെടേണ്ടതാണ്. നിങ്ങളിവിടെ ഉണ്ടോ? ഉണ്ടോ? ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവം ഏകനാണ്. ആ ദൈവത്തിന് സ്നേഹിക്കപ്പെടാനും സ്നേഹം കിട്ടാനും സ്നേഹം കൊടുക്കാനും കഴിയുന്ന അവസ്ഥയില്ലെങ്കിൽ ആ ദൈവത്തിന് എന്തോ കുറവ് അല്ലേ? എന്തോ കുറവുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പോലെ സ്നേഹവും നിങ്ങൾക്ക് നീതിയും വിശ്വസ്തതയൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വ്യക്തിയല്ല, ശക്തിയാണ്. നിങ്ങൾ എവിടം വരെ ഇതിൻ്റെ വചനത്തിലെ തൃത്വമെന്ന് പറയുന്നത് ഞാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നെന്ന് പറയുന്നതല്ല. നമ്മളിതൊന്ന് അനുഭവിക്കണം. ഈ ദൈവിക സത്ത, ദൈവത്തിൻ്റെതായിരിക്കുന്ന എസൻസ് എന്താണെന്ന് നമ്മളാകുമ്പോൾ കുറച്ച് പേരെ ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയും പേര് നിന്ന് ഗ്രഹിച്ചു പോയാൽ എത്ര സന്തോഷമായിരിക്കും ദൈവത്തിനെന്ന് അറിയാമോ? പിതാവ് സ്നേഹിക്കാൻ പിതാവിന് പുത്രനുണ്ട്, പുത്രനെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവുമുണ്ട്, പിതാവുമുണ്ട്. അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും അവർ തമ്മിൽ തമ്മിൽ ബഹുമാനിക്കുകയും അവർ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ എല്ലാ നിറവിലുമായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. അവിടെ ദൈവത്തിന് കുറവൊന്നുമില്ല. ചിലർ പറയുന്നത് ദൈവത്തിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. അപ്പോൾ ദൈവത്തിന് എന്തോ കുറവുണ്ട്. മനുഷ്യനില്ലെങ്കിൽ ദൈവത്തിന് എന്തോ കുറവുണ്ട്. പിന്നെ നമ്മൾ പറയും നമ്മൾ അങ്ങോട്ട് സ്തുതിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്തോ നഷ്ടമാണ്. നമ്മളിങ്ങനെ പാട്ടുപാടി സ്വോത്രം ഹല്ലേലൂയയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് എന്തോ കുറവ് വരും. നമ്മളതിനാണിങ്ങനെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഭാഗം നമ്മൾ കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. ഞാൻ അങ്ങോട്ട് സ്തുതിച്ചാൽ അമർത്തിക്കുലുക്കി കവി എന്നുള്ളത് ഇങ്ങോട്ട് കിട്ടും. നമ്മളെ പറഞ്ഞില്ലേ, ത്രിയേക ദൈവത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എനിക്കിപ്പോൾ എല്ലാം കൂടെ ഒന്നും വിവരിച്ച് പറയാനായിട്ട് സമയമില്ല. ഫിലിപ്പോസ് ചോദിക്കുക, ഇതാരായി പിതാവ്? നീ എപ്പോഴും പിതാവിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് കാണിച്ചതാ. യേശു എന്താ പറഞ്ഞത്? ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. മനസ്സുകൊണ്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ ഈ സത്യം ഒന്നും ഗ്രഹിച്ചില്ലെങ്കിലോ? ഫിലിപ്പോസിനോട് ചോദിക്കുക, ഫിലിപ്പോസെ, ഇത്രയും നാളെ ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ പിതാവിനെ കണ്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവിക ട്രിനിറ്റി, തൃത്വം എന്ന് പറയുന്ന യേശുനാഥൻ പഠിപ്പിച്ച ഈ സത്യം നമ്മളൊന്ന് ഉൾക്കൊണ്ടേ പറ്റൂ. നമുക്കത് മനസ്സിലാക്കാൻ ദൈവം കൃപ തരണം. ഈ തൃത്വത്തിന് അടിസ്ഥാനമാക്കിയാണ് കുടുംബജീവിതം, തൃത്വത്തിന് അടിസ്ഥാനമാക്കിയാണ് സഭാജീവിതം. തൃത്വത്തിൻ്റെ മഹിമ മനസ്സിലാക്കാത്ത ഒരാൾക്ക് സഭാജീവിതം ആനന്ദകരമല്ല. തൃത്വത്തിലെ ദൈവിക തൃത്വത്തെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് കുടുംബജീവിതം വേദനാജനകമാണ്. വേദനയാണ്, സഹിക്കുകയാണ് ഒരു കുടുംബത്തിലെ. എന്നാൽ ദൈവിക തൃത്വം, ഞാൻ പറയുന്നത് ഇവിടുത്തെ മറ്റു മതക്കാർക്കൊന്നും ദൈവത്തിൻ്റെ, അവർ ബഹുദൈവ വിശ്വാസികളാണ്.
ഇവിടുത്തെ ഇന്ത്യയിലുള്ള ഒരുപാട് മതങ്ങൾ ബഹുദൈവ വിശ്വാസമാണ്. ദൈവം ഇല്ലാത്ത മതങ്ങളുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്ത മതങ്ങളുണ്ട്, ദൈവം എന്ന് പറയുന്ന ഒരു സത്തയെ വിശ്വസിക്കാത്ത മതങ്ങളുണ്ട്, പിന്നെ ഏക ദൈവവിശ്വാസികൾ എന്ന് പറയുന്ന മതങ്ങളുണ്ട്. അപ്പോൾ ബഹുദൈവ വിശ്വാസവും നമുക്കില്ല. നമ്മൾ ഏക ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ പിതൃ പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം മാധുര്യമുള്ളതായി തീരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ ത്രിത്വത്തിലാണ് ഭൂമി മുഴുവനും നിലനിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ നിയന്ത്രണം മുഴുവനും നമ്മുടെ ദൈവം ഒരു സ്വഭാവമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, സ്വഭാവങ്ങളാൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് പണ്ട് നിങ്ങൾ അടിമപ്പെട്ടു. പണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമൊക്കെ സാധിച്ചു തരുന്ന ശക്തിയുള്ള ദൈവം മതിയായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ടു വന്നപ്പോഴാണ് ദൈവത്തിനൊരു സ്വഭാവമുണ്ടെന്നും അവനെ പോലെയാണ് എന്നെ ആക്കേണ്ടതെന്നും ദൈവം ചിന്തിച്ചത് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോഴും മനസ്സിലാക്കാത്തവരുണ്ട്. ഇപ്പോഴും പെന്തക്കോസ്തിൽ വന്നിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാത്തവരുണ്ട്. പെന്തക്കോസുകാരാ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയുന്ന ഒരാളിൻ്റെ ജീവിതത്തെ ദൈവം സമൂലമായി മാറ്റും. അവന് മാറ്റം വന്നിരിക്കും. ദൈവ സ്വഭാവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പിതാവ് സർവശക്തനാണെങ്കിൽ പുത്രനായ യേശുക്രിസ്തു സർവശക്തനാണ്. പരിശുദ്ധാത്മാവാം ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. പിതാവ് സൃഷ്ടിക്കുമെങ്കിൽ പുത്രനും സൃഷ്ടിക്കും. നമ്മളിവിടെ ഭാരത മതങ്ങളിലെ അവതാരങ്ങളാണ്. അവതാരങ്ങൾ എന്താണ്? അവതാരങ്ങൾ വരുന്നത് ഒരവതാരം വന്നിട്ട് പൂർത്തീകരിക്കപ്പെട്ടില്ല, പിന്നെന്ത് ചെയ്യും? ഞാൻ അടുത്തതായിട്ട് അവതരിക്കും. പിന്നത്തെ അവതാരങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നത് കൊണ്ടാണ് ഇനിയും അവതാരങ്ങൾ വരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടേത് അവതാരമല്ല. യേശു ഒരു അവതാരമായിട്ടല്ല പറയാം. ഏതാണ് പറഞ്ഞില്ലേ? യേശു പിതാവിനെ വെളിപ്പെടുത്താൻ വന്നതാണ്. പുത്രനെ വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന്, എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം നമുക്ക് യേശുക്രിസ്തുവാണ് അതിനെ വരച്ച് കാണിച്ചത്. പഴയ നിയമത്തിൽ വെളിപ്പാടുണ്ടായിരുന്നു. അവിടെ ഇവിടെ എബ്രായലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പറയുന്ന പോലെ ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. ഇതാണ് സത്യം. ഇത് നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങളുടെ ആത്മീക ജീവിതവും കുടുംബജീവിതവും നിങ്ങളുടെ ബാഹ്യമായ ജീവിതവും അനുഗ്രഹപൂർണമാകും. നിങ്ങൾ അനുഭവിക്കണം ഈ സത്യം. കർത്താവ് അതിനായിട്ട് നമുക്ക് കൃപ തരട്ടെ. നിങ്ങൾ പറയണം, കർത്താവെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ ദൈവിക തൃത്വത്തെ ഒന്ന് ഗ്രഹിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരണേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എങ്കിലേ ഇത് ചുമ്മാതെ നിസ്സാരമായിട്ട് കിട്ടുന്നല്ല. ഇത് ദൈവം വെളിപ്പെടുത്തണം. ദൈവം വെളിപ്പെടുത്തണം എന്ന് വെച്ചെന്നാൽ, ഇപ്പം നിങ്ങൾ ഒരാൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് സ്ഥിരം യൂട്യൂബിൽ കിട്ടുന്ന സമയമല്ല സീരിയൽ കാണുകയാണെന്ന് വിചാരിച്ചോ. കിട്ടുന്ന സമയമല്ല നിങ്ങൾ മമ്മൂട്ടിയെ, മോഹൻലാലിനെയും അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പം അവരൊന്നും എല്ലാത്തൊന്നും നടന്നാൽ വേറെ നടന്മാരൊക്കെയാണ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചോ. നിങ്ങൾ അവരെ പോലെ ആകത്തേ ഉള്ളൂ. നിങ്ങളറിയാതെ അവരെ പോലെ നിങ്ങൾ ആയിത്തീരും. ഇപ്പം യൂട്യൂബിൽ പണ്ട് കാശ് വേണ്ടേ സിനിമ തിയേറ്ററിൽ പോകാനായിട്ട്. ഇപ്പം യൂട്യൂബിൽ വെറുതെ ഇരിക്കുന്ന സമയം മുഴുവനും എന്ത് ചെയ്യുക, 24 മണിക്കൂർ ടി വി മൊബൈലിനകത്ത് നമ്മൾ സിനിമയാണ് കാണുന്നത്. നമ്മൾ മമ്മൂട്ടിയെ പോലെ ആവും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു നടനെ പോലെ നടിയെപ്പോലെ നമ്മളായിത്തീരും. യേശുവിനെ പോലെ നമുക്കാകാൻ പറ്റത്തില്ല. പിന്നെ രക്ഷിക്കപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് വന്ന് പറഞ്ഞില്ലേ, എന്താണ്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ നിന്ന് മാറി 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 പോവുക. നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും, അന്ന് നമുക്ക് സകലവും നഷ്ടപ്പെട്ടു പോകും. സകലവും നഷ്ടപ്പെട്ടു പോകും. ആത്മീയ കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരു ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. വെറുതെ നിങ്ങൾ പറയുന്നൊക്കെ വെറുതെ. നിങ്ങൾക്ക് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധമില്ല. എന്തുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുന്നില്ലെന്ന് ചോദിച്ചെന്നാൽ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ടാകും. മുഴുവനും വ്യാജമാണ്. അന്നത്തെ ദിവസം ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കാണാത്ത SNDP ഓടിച്ചെടുത്ത് പറഞ്ഞാൽ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും? ആ 10 ലക്ഷം കിട്ടാൻ വേണ്ടി ആദ്യം വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് തോന്നിക്കും. വെളുപ്പാങ്കാലത്ത് 5 മണി. കാരണം നിങ്ങൾ പറഞ്ഞ വ്യാജമാണെന്ന് ദൈവം അറിയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് പോരണേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞെന്നാൽ വരുന്നത് ഏതാത്മാവായിരിക്കും? ഹൃദയമില്ലാത്ത ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയല്ലേ നമ്മൾ. ഇവിടെ ഞാനിത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇവിടെ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 15 മുതൽ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇല്ലെങ്കിൽ ഒന്ന് മോളൊന്ന് വായിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇവിടെ ഒരു കാര്യസ്ഥനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. അപ്പം ഇപ്പോഴത്തെ കാര്യസ്ഥനാരാ? യേശു പറയുക, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. അപ്പൊ ഇപ്പൊ ഒരു കാര്യസ്ഥനുണ്ടല്ലോ, അതാരാ? യേശുവാണ്. അവിടുത്തെ കാര്യസ്ഥൻ ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് യേശു ക്രിസ്തുവാണ്. കർത്താവ് പറയുക, ഞാൻ പോയിട്ട് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയച്ചു തരും. നിങ്ങളെ ഞാൻ അനാഥരാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നമ്മുടെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ നമ്മുടെ അമ്മയും അപ്പനും കണ്ടെന്ന് പറ്റില്ല. നമ്മുടെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ നമ്മുടെ ഭാര്യ കണ്ടെന്ന് വരത്തില്ല, ഭർത്താവ് കണ്ടെന്ന് വരത്തില്ല. നമ്മുടെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾ കണ്ടെന്ന് വരത്തില്ല, സഹോദരങ്ങൾ കണ്ടെന്ന് വരത്തില്ല. നമ്മുടെ അനാഥത്വം എന്ന് പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അനാഥനാണ്. ഹല്ലേലൂയ. അത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കണം. 10 മക്കളുള്ള ഒരമ്മ. മക്കൾ പലരും അമേരിക്കയിലാണ്, പലരും ഓസ്ട്രേലിയയിലാണ്, പലരും UK-യിലാണ്, പലരും നാടിൻ്റെ വിവിധ ഭാഗത്തുണ്ട്. അമ്മയും അപ്പനും ഒറ്റയ്ക്കാണ്. ഇവരെല്ലാം തിരക്കാണ്. കഷ്ടപ്പെട്ടായി മക്കളെ പഠിപ്പിച്ചു. അമേരിക്കയിലൊക്കെ അയക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടം സഹിച്ചു. അവസാനം കിടക്കാനൊരു വീടുണ്ട്, അതിനകത്ത് ഒരിച്ചിരി കഞ്ഞി കുടിക്കാൻ. ചിലർക്ക് സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ പോലും മക്കൾ കൊടുക്കാതെ അവരുടെ, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിനകത്ത് കണ്ടത്, സെറ്റിയിലിരിക്കുന്ന ഒരു അപ്പൻ, നല്ല വീടും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു മകൻ വന്നിട്ട്, ആരോഗ്യമുള്ള യൗവനക്കാരനായ മകൻ വന്നിട്ട്
അദ്ദേഹത്തിൻ്റെ ഈ മുഖത്തോട്ട് അങ്ങോട്ട് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇടിച്ചിടിച്ചിടിച്ച് അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ട് നാഭി നോക്കി ചവിട്ടി അദ്ദേഹം അവിടെ മരിച്ചു. സ്വന്തം ജനിപ്പിച്ച മകൻ, അയാൾ അനാഥനല്ലേ? അദ്ദേഹത്തിന് ആരുണ്ട്? അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന മകൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പെൺമക്കളുണ്ട്, അവരുണ്ടോ അദ്ദേഹത്തിന്? എല്ലാവരും അവർക്ക് വീട് വെച്ചു, അവർക്ക് കാറ് വാങ്ങിച്ചു, അതിൻ്റെ കടം വീടണം. ഈ സ്വത്തും കൂടെ വിറ്റെങ്കിലേ അവർക്ക് കടം വീടാനായിട്ട് ഇതും കൂടെ അങ്ങോട്ട് കിട്ടണം. അപ്പൻ്റെ വേദന അറിയാൻ, അമ്മയുടെ വേദന അറിയാൻ കഴിയുന്ന സമൂഹം ഇന്ന് എവിടെയുണ്ട്? പെന്തക്കോസ്തരുടെ നടുവിലോ? ഇതിന് വേറെ വിഭിന്നമൊന്നുമല്ല. നമ്മളും പ്രാർത്ഥിക്കുന്നതും നമ്മളും പാട്ടുപാടുന്നതെല്ലാം ഇപ്പം നിങ്ങളും ഞാനുമെല്ലാം മക്കളെ വളർത്തിക്കൊണ്ട് വരിക. നാളെ വളർന്നു വരുമ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ അമ്മമാരോ ഒക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എങ്ങനെ പ്രതീക്ഷയുണ്ട്, നാളെ എൻ്റെ മകൻ വളർന്നു വരും, എൻ്റെ മകൾ വളർന്നു വരും, അല്ലേ? പക്ഷേ അന്നാണ് യഥാർത്ഥത്തിൽ നീ അനാഥയാണെന്ന് മനസ്സിലാകുമ്പോൾ. ഈ ലോകം നമ്മളെ അനാഥത്വത്തിലേക്ക് നയിക്കുന്നത്. അന്ന് പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിന്റെ കൂടെ നടക്കാനില്ലെങ്കിൽ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം അവൻ്റെ സാന്നിധ്യവുമായിട്ട് നിന്റെ കൂടെ ഇല്ലെങ്കിൽ, ഭർത്താവ് കാണത്തില്ല കേട്ടോ, ഭാര്യ കാണത്തില്ലേ, മുഖത്ത് നോക്കി തള്ളിപ്പറയും, മുഖത്ത് നോക്കി തള്ളിപ്പറയും. നീ ഒറ്റൊരുത്തനാണ്, ഒരുത്തിയാടി ഇതിൻ്റെയൊക്കെ കാരണക്കാരി എന്ന് പറയും. നിങ്ങൾ ഒറ്റൊരുത്തനാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരനെന്ന് പറയും. ലോകം നിങ്ങളെ തള്ളും, ഭൂമി മുഴുവനും നമ്മളെ തള്ളും, എല്ലാവരും നമ്മുടെ മേൽ കുറ്റം പറയും. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അനാഥരായി നമ്മളെ വിടാത്തത് നമ്മുടെ കർത്താവ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നതുകൊണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ വരുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ശക്തിയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി എന്തുണ്ട്? അത് പരിശുദ്ധാത്മാവിനുണ്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ടാണോ നിങ്ങൾ കാണുന്നത്? പാട്ടുപാടി എല്ലാം തീരാൻ നേരത്ത് മനസ്സിൻ്റെ കയ്പും പകയെല്ലാം മാറ്റി പാട്ടിൻ്റെ അവസ്ഥ അടുത്ത വരികൾ വന്നപ്പോൾ ഒന്ന് കുലുങ്ങി, ഒന്ന് സ്തോത്രം ചെയ്തു, 2 അന്യഭാഷ ഇവിടെ പറഞ്ഞപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഇതാണ് പെന്തക്കോസ്തുകാരുടെ ഒരു പരിശുദ്ധാത്മാവ്. കാരണം 6 ദിവസവും യൂട്യൂബിനകത്ത് മമ്മൂട്ടി മോഹൻലാലുമായിരുന്നു, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ വന്നിട്ട് 2 അന്യഭാഷ പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടിയെന്ന് പറയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേദനിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലേ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് സന്തോഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് നിങ്ങൾ അറിയുന്നില്ല. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ എഫേസ്യർ 1:13-14 വായിച്ചേ. എഫേസ്യർ 1:13-14. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ് ഒന്നും ഇല്ല. നമുക്ക് വേണ്ടത് മറ്റ് കാര്യങ്ങളാണ്. 13-14. അവരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുക. സമയം പോവുക, ഞാൻ പറഞ്ഞ് ചുമ്മാതെ ഒന്ന് പറഞ്ഞു പോകണം. അവനെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നു? തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്താ ഇതിൽ വായിക്കുന്നത്? ഈ മുദ്ര എന്ന് പറഞ്ഞാൽ എന്താ? അച്ചാരമെന്ന, അച്ചാരമായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം. എന്താ നമ്മുടെ വാഗ്ദത്തം? നമുക്ക് ഒരു വാഗ്ദത്തമേ ഉള്ളൂ.
രക്ഷിക്കപ്പെട്ട ഒരാൾക്കൊരു വാഗ്ദത്തമുണ്ട്. അത് ഞാൻ പോയതുപോലെ രണ്ടാമത് വരും, നിങ്ങളെ ഞാൻ എൻ്റെ തേജസ് ധരിപ്പിക്കും. ഇതാണ് നമുക്കുള്ള വാഗ്ദത്തം. അനേകം വാഗ്ദത്തങ്ങൾ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വാഗ്ദത്തത്തിൻ്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താ? അച്ചാരം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ അച്ചാരമാണ്. അഡ്വാൻസ് കൊടുത്തിരിക്കുക. യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഇപ്പം നമ്മൾ പോയി ഒരു വസ്തു കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിന് നമ്മൾ 10 ലക്ഷം രൂപ വില പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ തന്നെ വാങ്ങുമോ ഇത്? തീർച്ചയായിട്ടും ഞങ്ങൾ 3 മാസം കഴിയുമ്പോൾ ഇത് വാങ്ങും. എന്നാൽ ഒരു അച്ചാരം കൊടുക്കുക, ഒരു അഡ്വാൻസ് കൊടുക്കുക. 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ 3 മാസത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആധാരം നടത്തിയാൽ മതി. അപ്പം നമ്മൾ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഈ അഡ്വാൻസ് കൊടുത്ത വസ്തു എൻ്റെ സ്വന്തമായില്ലെങ്കിലും എന്താണ്, അത് ഞാൻ അവകാശമാക്കാൻ പോകുക. പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മളെ മുദ്ര വെച്ച് അച്ചാരം നൽകി. എന്ന് വെച്ചെന്നാൽ മോതിരം കൈമാറി. ഇവൾ എൻ്റെതാണ്, ഞാൻ വരും, ഞാൻ വന്നിട്ട് ഇവനെ കൊണ്ട് അങ്ങ് പോകും. ഇതാണ് പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് പിതാവ് തന്ന അഡ്വാൻസാണത്. എന്താണ്? നീ ഇവിടുത്തുകാരനല്ല, കർത്ത മണവാളം വരും, നിന്നെയും കൊണ്ട് പോകും. ഈ അഡ്വാൻസാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. അവൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അവൻ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പം അവൻ അല്ലാണ്ട് അതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവെന്നോ ശക്തിയെന്നോ ഒന്നും അല്ല പരിശുദ്ധാത്മാവിനെ. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവ് എന്നു പറയുന്നത് നമ്മൾ അന്യഭാഷയാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ വരുന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരടയാളമാണ് അന്യഭാഷ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അന്യഭാഷ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാലും അന്യഭാഷ പറയാം. പരിശുദ്ധാത്മാവ് അടുത്തുപോലും വേണമെന്നില്ല. അന്യഭാഷയെ തകർക്കാം, അത്ഭുതങ്ങൾ ചെയ്യാം. എന്നല്ലോണ്ട് പോയവല്ലേ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് ഭൂതങ്ങളെ പുറത്താക്കാം. ഇതൊക്കെ പരിശുദ്ധാത്മാവാ ദൈവം എൻ്റെ കൂടെ വന്ന് എന്നെ കൈപിടിച്ച് നടത്തുന്നതിൻ്റെ പ്രത്യക്ഷമായ ശക്തീകരണങ്ങളാണതല്ല. ഇന്ന് നാം കാണുന്നതെല്ലാം ഈ ശക്തിയിൽ നിന്നുള്ളതാണ്. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ഞാനും നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്നും എനിക്കൊന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി നമ്മൾ സ്വീകരിച്ചു. കർത്താവായി സ്വീകരിച്ചു. അതോടെ നമ്മൾ എന്ത് ചെയ്തു? ക്രിസ്തുവിലുള്ള സകല നന്മകൾക്കും ഞാൻ അവകാശിയായിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ രക്ഷ, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ്, ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ അടക്കം, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ എല്ലാം അവകാശിയായി ഞാൻ മാറി. ഇത് ഓരോ ദിവസവും നമ്മൾക്ക് ഈ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കൂടെ നടക്കുന്നത് ഇപ്പം നമ്മൾ വായിച്ച യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിനാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വന്ന് നിങ്ങളുടെ അടുക്കൽ വാസം ചെയ്യും. 14:23 യോഹന്നാൻ 14:23. ഈശോയോട് എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവർ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. ഞങ്ങൾ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ പിതാവും പുത്രനും കൂടെ നമ്മളുടെ അകത്ത് വന്ന് വാസം ചെയ്യും. പരിശുദ്ധാത്മാവ് ആണ്
പിതാവും പുത്രനുമായിട്ട് നമ്മുടെ കൂടെ വന്ന് നമ്മളിൽ വന്ന് വാസം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പിതാവിനെ നമ്മൾ അറിയും, ഇപ്പൊ പുത്രനെ നമ്മൾ അറിയും, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവം എന്ന് പറയുന്നതിനെ ഒരു ശക്തിയായിട്ടാണ് ഇന്നത്തെ പല ആത്മീയ സമൂഹങ്ങൾ, പെന്തക്കോസ്ത് സമൂഹങ്ങളും ഒരു ശക്തീകരണത്തിലാണ് ദൈവ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. ദൈവം എന്നുള്ളത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു 3 വ്യക്തിത്വങ്ങളടങ്ങിയ ഏകദൈവമാണ്. ദൈവം ഏകദൈവം എന്ന് പറഞ്ഞാൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേരുന്നതാണ്. 3 വ്യക്തികൾ തന്നെയാണ്. ഇവർ 3ഉം പിതാവായ ദൈവം ആത്മാവിൽ പുത്രനുമായിട്ട് ഒന്നാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഒറ്റ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് അതിൻ്റേതായിരിക്കുന്ന ഓരോ ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തികളാണ് ഉള്ളത്. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ്. ഫങ്ഷനുകളിൽ വ്യത്യാസമുണ്ട്, ഫങ്ഷൻസ് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ ശരീരം, നമ്മളെന്ന് പറയുന്നത് ഈ ശരീരം മൊത്തമാണ്. ബ്രെയിൻ്റെ ഫങ്ഷൻ അല്ല ഹാർട്ടിൻ്റെ ഫങ്ഷൻ അല്ല ലിവറിൻ്റെ. ലിവർ തകർന്നാൽ ഞാൻ പോകും. ബ്രെയിൻ അല്ല, ബ്രെയിനിൻ്റെ ഫങ്ഷന് കുഴപ്പമൊന്നുമില്ല, ഹാർട്ടിൻ്റെ ഫങ്ഷന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഏതെങ്കിലും ഒരവയവം തകർന്നാൽ ഞാൻ മരിച്ചു. ഇതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഫങ്ഷനിങ്ങിൽ, പ്രവർത്തികളിൽ 3 ഭാഗങ്ങളായിട്ട് നിൽക്കുമ്പോൾ തന്നെ വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ദൈവം ഒന്നാണ്. ഈ ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? എൻ്റെ കൂടെ വന്ന് താമസിക്കണം. നമ്മൾ പറയുന്ന 1000 ആണ്ട് വർഷത്തിൽ, കുഞ്ഞെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, 1000 ആണ്ട് വർഷം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം വന്ന് മനുഷ്യൻ്റെ കൂടെ താമസിക്കുന്നു. മോനെ, മക്കളെ, സഹോദരങ്ങളെ, ഇതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇന്ന് നിങ്ങൾക്കൊരു അത്ഭുതമാണോ വേണ്ടത്? ഇന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒരു രോഗശാന്തിയാണോ? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വന്ന് ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് താമസിക്കാൻ വരുന്നതാണോ നിങ്ങളുടെ ഇഷ്ടം? നിങ്ങൾക്ക് വേണ്ട ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് മാറ്റുന്നതാണോ നിങ്ങൾക്കിഷ്ടം? നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി, നമ്മുടെ രോഗവും മാറുന്നതാണ് അല്ല. നിങ്ങൾ പറയുക, കർത്താവ് വന്ന്, പരിശുദ്ധാത്മാവ് വന്ന് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. പരിശുദ്ധാത്മാവ് വന്ന് താമസിക്കാത്തതുകൊണ്ട് എത്ര നാളായി? എന്താണ് അനുഭവം? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എങ്ങനുണ്ട്? പരിശുദ്ധാത്മാവ് ഞാനുമായിട്ട് യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ കോപം ഇപ്പം മാറിയോ, കോപം കൂടിയോ? പരിശുദ്ധാത്മാവായിട്ട് താമസിക്കാൻ വേണ്ടി എത്ര വർഷമായി? കോപം കൂടിയോ, കോപം കുറഞ്ഞോ? മോഹങ്ങൾ കൂടിയോ, മോഹങ്ങൾ കുറഞ്ഞു? അയ്യോ, ഞങ്ങൾക്ക് ഒരു മോഹമില്ല. പിന്നെ ആകെപ്പാടൊരു മോഹം എന്താണ്? എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാകണം, എങ്ങനെയെങ്കിലും ബ്ലസ്സി ഒരു ഡോക്ടറാക്കണം. എന്നിട്ട് ഞങ്ങളുടെ പറഞ്ഞില്ല വീടൊക്കെ ഇപ്പോഴേ പിന്നെ അവരുടെ വീടൊക്കെ വലുതാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടൊക്കെ വലുതാക്കിയിട്ട് അവിടെ നിന്നും കൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നും കൊണ്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ടൈയൊക്കെ കെട്ടിക്കൊണ്ടെങ്കിൽ എനിക്ക് കണ്ടോടാ ദൈവത്തെ പിൻപറ്റിയതിൻ്റെ ഗുണം. കേൾക്കുന്ന പ്രസംഗങ്ങൾ എന്താണ്? ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ വന്നാൽ ഇന്നത്തെ നിൻ്റെ വീട് പൊളിച്ചത് വലുതാക്കും. മോഹം വർദ്ധിപ്പിക്കുകയാണോ, മോഹം കുറയ്ക്കുകയാണോ? പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ജോലി മോഹം, നമ്മളിന്ന് മോഹം കളയുകയാണോ, മോഹം വർദ്ധിപ്പിക്കുകയാണോ? പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ജോലി എന്താ? മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കും. മോഹം വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കാനാണോ നിങ്ങൾക്കിഷ്ടം? മോഹത്തെ തകർക്കുന്ന പ്രസംഗം കേൾക്കാനാണോ നിങ്ങൾക്കിഷ്ടം? ഇപ്പം എൻ്റെ പാസ്റ്റർ പ്രസംഗം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് ലോകത്തിനോട് ഒന്നും വേണ്ട, ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട. പാട്ടാ, ആരോ പാടിയതാ.
ചുമ്മാതെ കിടന്നങ്ങ് പാടും. ലോകമേ എനിക്കു വേണ്ട, എനിക്ക് വേണ്ടത് മുഴുവൻ ലോകമാണ്. എൻ്റെ പ്രാർത്ഥന മുഴുവനും, എൻ്റെ ചിന്ത മുഴുവനും ലോകമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു ഹൃദയമോ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നൊരു മനസ്സോ എനിക്കില്ല. പറയുന്നത് പരിശുദ്ധാത്മാവെന്ന വ്യക്തി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? അവൻ വന്ന് നമ്മളിലുള്ള ലോകമോഹത്തെ, ലോകസ്നേഹത്തെ എടുത്തു കളയും. എന്തോ ലോകസ്നേഹം? ഹല്ലേലൂയ. ഒന്ന് ബുദ്ധിമുട്ടൊക്കെ മാറണമെന്നൊരാഗ്രഹമുണ്ടോ? ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്ന പച്ചക്കുട്ടി ഒറ്റ പ്രാർത്ഥനയുണ്ട്, സമ്പന്നനായി തീർന്നിട്ട് ദൈവത്തെ തള്ളിക്കളയരുത്, ദരിദ്രനായി തീർന്നിട്ട് ദൈവനാമത്തെ ദുഷിപ്പാനും ഇടവരുണ്ട്. ബൈബിൾ അങ്ങനല്ലേ പച്ചക്കുട്ടി പറയുന്നത്? ഞാൻ പറഞ്ഞു, ബൈബിൾ അങ്ങനല്ല പറയുന്നത്. അത് ശലോമോൻ പറഞ്ഞു. ശലോമോൻ ക്രിസ്തു വരുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് തൻ്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞ വാക്കുകളാണത്. പഴയ ദൈവഭക്തനാണ്. ഇവിടെ നിങ്ങളും അതല്ലേ പറയുന്നത്? നിങ്ങളും അതല്ലേ പറയുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദൈവ പൈതൽ എങ്ങനെ പറയേണ്ടത്? കർത്താവ് എങ്ങനെ പഠിപ്പിച്ചു നമ്മളെ? കർത്താവെ, എനിക്ക് ധനവാനാകണോ ദരിദ്രനാകണോ ഒരിഷ്ടവും ഇല്ല. എനിക്ക് ധനവാനുമാകണ്ട, ദരിദ്രനുമാകണ്ട. അങ്ങെന്ത് പ്ലാൻ ചെയ്തോ, അങ്ങയുടെ ഇഷ്ടം എന്താണോ അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ സോവറിറ്റി, ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴ്പ്പെടാൻ പറ്റും. ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട് കർത്താവേ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് കർത്താവേ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ നമ്മളിലുള്ള ലോകസ്നേഹമാണ്. ഇന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ പോകാൻ എനിക്ക് കാംക്ഷയുണ്ട്. എനിക്ക് 68 വയസ്സായതുകൊണ്ടല്ല, എൻ്റെ 29 വയസ്സിൽ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അന്ന് മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാനാണ് എൻ്റെ കാംക്ഷ. അത് അത്യുത്തമമല്ലോ. ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പറയാൻ തീരുമാനമുള്ള ഒരാളൊന്ന് കരമുയർത്തിക്കേ. മരണം വന്ന വാതയ്ക്ക് എന്നാൽ പേടിക്കൂ. കൊതുകുത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് തടിച്ച്, 2 ദിവസം കൊണ്ട് അത് മാറിയില്ല, ഒന്നുകൂടെ തടിച്ചു. നമുക്കറിയാം കുത്തിയാണെന്ന്, കുത്തിയതാണ് നമുക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് അത് അനങ്ങുന്നുണ്ടോ, അതിന് വേദനയുണ്ടോ, അത് നീങ്ങുന്നുണ്ടോ, ഇതകത്തേക്ക് വല്ലതും ഉണ്ടോ, വേര് പോകുന്നുണ്ടോ? ഏതാ ക്യാൻസർ എന്ന് പറയത്തില്ല നമ്മൾ. ക്യാൻസർ എന്നൊന്നും പേടിയാണ് പറയാൻ, ക്യാൻസർ എന്നൊക്കെ പറയാൻ പേടിയാണ്. പിന്നെ എന്താണ്, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ അറിയപ്പെട്ട, എനിക്ക് ഭയങ്കര ഒരു വിഷമം രാവിലെ ഞാൻ കേട്ട വാർത്ത, ക്യാൻസറിനാൽ ആ സഹോദരി മരിച്ചു. ഹല്ലേലൂയ. അവർക്ക് പ്രത്യാശയില്ലാത്തവരാണെങ്കിലും അവർക്ക് ക്യാൻസറിനെ പേടിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ക്യാൻസറിനെ പേടിയുണ്ടോ? നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനെ പേടിയുണ്ടോ? ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന രോഗങ്ങളെ മാറ്റിത്തരാൻ ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥിക്കണം. എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെല്ലാവരും കരമുയർത്തി, ഇവിടെ എല്ലാവരും കരമുയർത്തി വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഞാനത് വ്യാജമാണെന്ന് നിങ്ങളോട് തെളിയിച്ചു തരട്ടെ. പലരോടും ഞാൻ പറയാം, അത് വ്യാജമാണെന്ന് ഞാൻ തെളിയിച്ചു തന്നാലോ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ കാംക്ഷയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ട്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ ഒരു സ്വപ്നമുണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാനാണ് എനിക്ക് കാംക്ഷ. നിങ്ങൾ വ്യാജമല്ല അത് പറഞ്ഞതെങ്കിൽ, കള്ളമല്ല പറഞ്ഞതെങ്കിൽ, അറിവല്ല പറഞ്ഞതെങ്കിൽ ഈ വാക്യം നിങ്ങൾ എങ്ങനെ പറയും? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിൽ ശക്തിയുണ്ടല്ലോ. ആ ശക്തി എന്താ ചെയ്യുന്നത്? നമ്മളെ പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നെങ്കിൽ എനിക്കൊരു ശക്തിയുണ്ട്. എന്തിനാണ്? അവസരം പറഞ്ഞില്ലേ, നമ്മൾ ഒരാളെ കിട്ടുമ്പോൾ ദൈവമുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണേ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. നമ്മുടെ സുവിശേഷം ഇതാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ, നിങ്ങളും പ്രാർത്ഥിക്കണേ, ബൈബിളൊന്ന് വായിക്കണേ. നമ്മുടെ സുവിശേഷം ഇതാ. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. 6 ദിവസവും എന്ത് ശക്തിയാണ് നിങ്ങൾ ഉപയോഗിച്ചത്? പ്രൈസ് ദി ലോർഡ്. 6.5 ദിവസത്തെ ജീവിതത്തിൽ ഞാനും ഒരുപാട് ഉപാധികൾ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കുമോ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു ശക്തിയുണ്ട്. എന്തിനാ പരിശുദ്ധാത്മാവിന്റെ ശക്തി? അത് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാൽ യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകും. എൻ്റെ മൂലപദം അറിയാവോ? എൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള പദത്തിൻ്റെ അർത്ഥം അറിയാവോ? യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന്. ആരാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണേ? ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. വ്യാജ സുവിശേഷമാണ് അത്, വ്യാജ സുവിശേഷമാണ്. എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞതുമായി അവരുടെ ദൈവവും നമ്മുടെ ദൈവം എല്ലാം ഒന്ന്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണേ, ബൈബിൾ വായിക്കണേ എന്നൊക്കെ പറയുന്ന നമ്മളുടെ വ്യാജമായിരിക്കുന്നൊരു പ്രവൃത്തിയുണ്ട്. ഇതാണോ ഇവിടെ പറയുന്നത്? എൻ്റെ സാക്ഷികൾ ജീവൻ, അതായത് ഇവിടെ പറയുന്നത് രക്തസാക്ഷി എന്നാണ്. കർത്താവായ യേശുവിന്റെ രക്തസാക്ഷിത്വം പോട്ടെ. ഒരു ദിവസം ഇവിടുത്തെ 2 സഹോദരിമാരെ വിളിച്ചുകൊണ്ട് ഒരു 10 വീട്ടിലൊന്ന് പോയി, സാക്ഷാൽ ദൈവം ലോകത്തേക്ക് വന്ന ദൈവപുത്രനായ യേശുവാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർപ്പുമല്ലാതെ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിക്കണമെന്ന് പരസ്യമായി ഒന്ന് സാക്ഷിക്കാൻ, സാക്ഷിയാകാൻ, സാക്ഷ്യം പറയാനാണ് നമുക്ക് താല്പര്യം. സാക്ഷ്യം പറയാനാണ്. കർത്താവനക്ക് അത് തന്നു, കർത്താവനക്ക് ഇത് തന്നു, കർത്താവനെ നടത്തി. അതല്ല, രക്തസാക്ഷിയാകണം യഥാർത്ഥം. ഇപ്പം ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഈ ഒരു 2 മാസത്തിനുള്ളിലെ വാർത്തകൾ കേട്ട് നോക്കിക്കോ നിങ്ങൾ. എത്ര പേരാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം രക്തസാക്ഷിയായെന്നറിയാമോ? ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, കുഞ്ഞുങ്ങളെ വരെ രക്തസാക്ഷികളായി. നിങ്ങൾ കേട്ടിട്ടില്ലേ വാർത്തകൾ? ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ സാക്ഷിയായി? കർത്താവ് എനിക്ക് നന്മ തന്നു, കർത്താവ് എനിക്ക് ആരോഗ്യം തന്നു. എന്തിനാ? അടുക്കളയിൽ ഇരുന്നുകൊണ്ട് വിറക് തള്ളി വയ്ക്കാൻ. ആരോഗ്യം കർത്താവ് ശക്തിയാണ്. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. ഇപ്പം എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നു. ഇപ്പം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ആരോഗ്യം തന്നു. ഇതിനാണോ ശക്തി? അതിന് ലോകക്കാരുടെ ശക്തി, ലോകത്തിൻ്റെ ശക്തി പറയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരാൾക്ക് വന്നാൽ അവനെ കണ്ടാൽ അറിയാം അവൻ അടങ്ങി രക്ഷിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ തെളിവെന്താ? ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള തെളിവെന്താ? ഭാവികളെ കുറിച്ചൊരു നിലവിളി, നശിച്ചു പോകുന്ന ഈ തലമുറയെക്കുറിച്ചൊരു കരച്ചിൽ. എവിടെ? ഒറ്റ വാക്ക്, കർത്താവ് ലോകം മുഴുവനും കർത്താവ് സുവിശേഷം അറിയിക്കണേ, ദേവദാസന്മാരെ ഒരുക്കണേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞൂടെ? നീ പോകണം, നിന്റെ ജീവനെ കുടിക്കണം. പരിശുദ്ധാത്മാവുള്ള പത്രോസിനോട് ചോദിക്കുക. പണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടിട്ടടിച്ച പത്രോസ്, ഞാൻ അവനെ അറിയത്തില്ല, എനിക്ക് യേശു നിന്റെ വാക്ക് കേട്ടറിയാം. അയ്യോ, അവൻ പ്രാഗി ആണയിട്ട് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ. എന്നാൽ ഇപ്പൊ ഇത് പുരോഹിതന്മാരുടെ മുമ്പിൽ അവനെ കൊല്ലുമെന്നറിയാം. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനുമായ യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പറയാൻ
ഹല്ലേലൂയ. ലജ്ജയില്ലാതെ വയസ്സപ്പം എത്രയുണ്ടെന്നറിയാമോ? പ്രാണനെ വകവയ്ക്കാതെ യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ പരിശുദ്ധാത്മാവെന്ന വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അകത്തു വരുന്ന ശക്തി സുവിശേഷീകരണത്തിനുള്ള ശക്തിയാണ്. ഞായറാഴ്ച ഇങ്ങോട്ട് ഉന്തുവണ്ടി ക്രിസ്ത്യാനിയായിട്ട് വന്ന് ഒരു കർമ്മം കാണിക്കാൻ, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് തീർന്നു. പിന്നെ പറഞ്ഞില്ലേ, എന്തെങ്കിലും നടുവേദനയോ കാലുവേദനയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മാറിയിരിക്കാൻ പറ്റും. ഇന്നെന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വ്യക്തിയായിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് വരുന്ന ശക്തി അതെങ്ങനെ വ്യാജമായൊരു ശക്തിയാണ്. ഈ ശക്തി എന്ന് പറയുന്നത് അറിവിൽ നിന്നുണ്ടാകുന്ന ശക്തിയാണ്. ഒരു ദിവസം പോയി 10 പേരുടെ സുവിശേഷമൊക്കെ പറഞ്ഞു. ഇതങ്ങനല്ല. ഈ ആത്മശക്തി എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ അകത്തൊരു ജ്വാലയായിട്ടത് പൊങ്ങയാണ്. രക്ഷിക്കപ്പെട്ട ദിവസം തുടങ്ങി ആത്മാക്കളെക്കുറിച്ചൊരു വേദനയാണ്, ആത്മാക്കളെക്കുറിച്ചൊരു നിലവിളിയാണ്. അങ്ങനെ വല്ലതും ഉണ്ടോ മക്കളെ, സഹോദരങ്ങളെ? രക്ഷിക്കപ്പെട്ടത് പറയുന്നു ഉറച്ചു നോക്കാം. ഒരാത്മഭാരവും ഇല്ലെങ്കിൽ, പറഞ്ഞില്ലേ, സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് ഒരു ആത്മഭാരമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു. യേശു ദൈവമെന്ന് നിന്റെ ജീവിതം കൊണ്ടും നിന്റെ വാക്കുകൊണ്ടും വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ സാക്ഷിയാകും. അല്ലാത്തത് ഒരു കാരണവശാലും നിങ്ങളുടെ കൂടി പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയരുത്, ദയവായിട്ട് പറയരുത്. ജീവിതമല്ലേ. എന്താണ് പണ്ട് ഒരു പരസ്യത്തിനകത്ത് ഞാൻ കേട്ടോ, ഞാൻ ഞെട്ടിപ്പോയി. വേണ്ടൊരു ജൂവലറിയുടെ പരസ്യമാണ്. അതിനകത്ത് വിശ്വാസം അതല്ലേ എല്ലാം. എന്താ വിശ്വാസം? അവരുടെ സ്വർണത്തെ വിശ്വസിക്കാൻ പറ്റുമാണ് അങ്ങനെ പറയുന്നത്. അവരുടെ സ്വർണം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളെ ദൈവം വിശ്വസിക്കുമോ? നീ രക്ഷിക്കപ്പെട്ടെന്ന് ദൈവം അംഗീകരിച്ചോ? ഞാൻ പറയുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവം പറയുമോ കൊച്ചൻകുട്ടി നീ രക്ഷിക്കപ്പെട്ടു, നീ ദൈവമാണ്, ദൈവം പറയുമോ? അല്ലെങ്കിൽ അത് അർത്ഥമുണ്ടോ? ദൈവം പറയണം. നമുക്ക് വെറുതെയൊക്കെ പറയാൻ പറ്റും, അറിവിൻ്റെ പുറത്ത് പറയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം നമുക്ക് എന്തെല്ലാം പറയാറുള്ളത്? എൻ്റെ ആരോഗ്യസ്ഥിതി ഇത്രയും മോശമല്ലേ, എനിക്ക് ജോലിയല്ലേ കാര്യങ്ങളല്ലേ. ഈ ആരോഗ്യസ്ഥിതി വെച്ചും കൊണ്ട് ഇവിടുന്ന് പത്തനംതിട്ട വരെ 4 ബസ് കയറി പോവും. പത്തനംതിട്ട വരെ 4 ബസ് കയറി പോവും സുവിശേഷം അറിയിക്കാൻ ചെന്നാൽ യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ. ഓട്ടെ, ആഴ്ച ഒരു ദിവസം ഞായറാഴ്ച ഉണ്ടല്ലോ, എന്തെല്ലാം തിരക്കാണത്. നിർത്തിയിരുന്നെങ്കിൽ ഇപ്പം എന്തെല്ലാം പ്രോഗ്രാംസ് ആണെന്നറിയാമോ? 6 ദിവസവും കഠിനാധ്വാനമല്ലേ, 7ാമത്തെ ദിവസം പിന്നെ സ്വന്തം കാര്യം. പിന്നെ എന്തിനാ നമ്മൾ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുന്നത്? ഹല്ലേലൂയ. എന്നെങ്കിലും ഒന്ന് ചിന്തിക്കണേ. പരിശുദ്ധാത്മാവ് അച്ചാരമാകുന്ന അഡ്വാൻസായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഒരൊറ്റ ചിന്തയാണ്, എൻ്റെ പ്രാണനാഥൻ വരും. അതിനു മുമ്പ് എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്, എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ ഏൽപ്പിച്ച ഉത്തരവാദിത്വം? ഹല്ലേലൂയ. നിന്റെ മക്കളെ വളർത്തി വലുതാക്കി അവരെ MBBS ആക്കുന്നതല്ല. ഹല്ലേലൂയ. അത് ചെയ്യണം. 1ാമത്തെ സ്ഥാനം നിന്റെ ഉത്തരവാദിത്വം നശിച്ചു പോകുന്ന ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരണം. ഇതാരുടെ ജോലിയാണ്? പാസ്റ്ററുടെ ജോലിയാണോ? ഹല്ലേലൂയ. ഈ ആഴ്ച മുതൽ സഹോദരിമാരുടെ മീറ്റിങ്ങുകൾ നിങ്ങളത് ഇന്ന് തീരുമാനിച്ചിട്ടേ പോകാം എന്നാണ്. ഓരോ വീട്ടിലായിരിക്കണം നിങ്ങളുടെ മീറ്റിങ്ങുകൾ. 1 മണിക്കൂർ എടുക്കണം, ഒറ്റ മണിക്കൂർ. ആ ഒറ്റ മണിക്കൂർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് 2 ആഴ്ച കൂടുമ്പോഴും മാസത്തൊരിക്കലും 1 മണിക്കൂർ നിങ്ങൾ ട്രാക്റ്റ് കൊടുക്കാൻ പോകണം. വീടുകൾ കയറിയിറങ്ങി സുവിശേഷീകരണം. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വെറുതെ ഞാൻ പരിശുദ്ധാത്മാവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജവും പറയാൻ വന്ന് പിശാചിന് ഇട കൊടുക്കരുത്. ശത്രു നമ്മളെ പറഞ്ഞില്ല, നമ്മുടെ യഥാർത്ഥമായ ശക്തിയില്ലെങ്കിൽ അവൻ നമ്മളെ തകർത്തുകളെ. അത്ര നിസ്സാരക്കാരനായിട്ട് ചിന്തിക്കരുത്. നമ്മളെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്നുള്ളതല്ല, എന്നിലൂടെ എന്നെ രക്ഷിച്ചത് എന്നിലൂടെ അനേകം ഈ സുവിശേഷം അറിയണം. അവർക്ക് സഭയെ വരികയോ വരാതിരിക്കും, അത് 2ാമത്തെ കാര്യമാണ്. അതല്ല ജോലി. സുവിശേഷം നമ്മൾ യേശുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ളതാണ്. നമ്മുടെ ചിലർ കൊല്ലുമായിരിക്കാം, കർത്താവിന് വേണ്ടിയിട്ട് പോകുവാൻ നമുക്ക് ഇടയാകണം. അപ്പം ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്,
ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ദിവ്യ സ്വഭാവം എന്നിൽ ഉരുവായി വരുന്നു. രണ്ടാമത്തേത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ അകത്തു വന്ന് താമസിക്കുമ്പോൾ എൻ്റെ മേൽ ഒരു ശക്തി വന്ന് നിറയും. യേശു ക്രിസ്തുവിനെ ലോകത്തോട് വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവത്തെ പുത്രൻ വെളിപ്പെടുത്തി. പുത്രനെ ആണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിനെ ജോലി പുത്രനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആരിലൂടെ? നമ്മളിലൂടെ. കേട്ടിട്ട് പോവുകയാണോ? ഇതനുസരിച്ച് സമർപ്പിച്ച് ജീവിതം ചെയ്യുമോ? കൂടെ പഠിക്കുന്ന സഹപാഠികളില്ലേ? കൂടെയുള്ളവർക്ക് ഒരു ദിവസം അപ്പാ എടി നമുക്കൊന്ന് ഇന്ന് അങ്ങൾ എപ്പോഴും പറയുമല്ലോ, നമുക്ക് 2-3 പേർ കൂടെ ഒരു 10 വീട്ടിൽ പോയി ടാറ്റു കൊടുക്കാം. യേശു നമ്മളെ രക്ഷിച്ച യേശുവിനെ ഒന്ന് നമുക്ക് മറ്റുള്ളവർക്ക് സാക്ഷിക്കാം. അതൊന്ന് കേട്ടിട്ട് പോത്തേ ഉള്ളൂ. ഇത് കേൾക്കാനുള്ളതാണോ പ്രായോഗികമാക്കാനുള്ളതാണോ? അപ്പം ആത്മനിറവ് എന്ന് പറയുന്നത്, ആത്മവാസം എന്നിൽ വന്നു കഴിയുമ്പോൾ യേശുവിനെ പോലെ എന്നെ ആക്കി തീർക്കും. യേശുവിനെ പോലെ ക്ഷമിക്കാൻ എനിക്ക് കഴിയും. യേശു ലോകത്തെ സ്നേഹിച്ചോ? അതുകൊണ്ട് ഒരു സാത്താൻ കൊണ്ടെന്ന് വെച്ചാൽ വാഗ്ദത്തം എന്ന് പറയാം. സാത്താൻ യേശുവിന് കൊടുത്ത വാഗ്ദത്തം പറയാം, ഈ കാണുന്നതല്ല എൻ്റെ കയ്യില, ഇതെല്ലാം ഞാൻ നിൽക്കാനാണ്. ഇന്നത്തെ സുവിശേഷകരാകുന്ന പോപ്പുലർ പ്രീച്ചേഴ്സ് കൊടുക്കുന്ന വാഗ്ദത്തം എന്താ? നിന്റെ കയ്യിലായി ലോകത്തിൽ പണം മുഴുവൻ നിന്റെ കയ്യിൽ കൊടുക്കണം. ഈ ലോകത്തിൽ നീ വേണം അനുഗ്രഹിക്കപ്പെടാൻ. ഹല്ലേലൂയ എന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ തുള്ളിയിരിക്കും. ഇപ്പം തന്നെ ഇവിടെ വന്നുകൊണ്ട് ഒരു പ്രവചനത്തിൻ്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ വന്നുകൊണ്ട് ഒരു കൈ ചൂണ്ടി ഒന്ന് കൈ തൊട്ടുകൊണ്ട് ഇതാ അമേരിക്ക എന്നുള്ളൊരു ഫ്ലൈറ്റ് ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതെൻ്റെ മോളുടെ കാര്യമാണ്, അതെൻ്റെ മോൻ്റെ കാര്യമാണ്. നമ്മളെ ഏറ്റെടുത്തിരിക്കും. പിന്നെ അങ്ങോട്ട് വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥനയാണ്. അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ പറയുന്നതാണോ പരിശുദ്ധാത്മാവ്? അങ്ങനെ വന്ന് നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇളകിയിരിക്കും. എനിക്കിവിടെ ആരൊക്കെ ഇളകുമെന്നും എന്തൊക്കെ തുള്ളൂന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ലോകത്തിൻ്റെ തനിക്കുന്ന മോഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ കേൾക്കുന്ന വാക്കുകൾ കേറിയൊക്കെ പിടിക്കും. ഹല്ലേലൂയ. ഇതാണോ പ്രവാചകന്റെ ജോലി? ഇതാണോ പ്രവാചകന്റെ ജോലി? പ്രവാചകന്റെ ജോലി കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന പേരാകും. അവൻ ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ മരിക്കും. അവൻ ഉയർത്തി നിൽക്കും. യേശുവിനെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രവചനം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം ആത്മവാസം എന്നെ ക്രിസ്തു അനുരൂപരാക്കി തീർക്കും. ആത്മാവിൻ്റെ നിറവ് ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കും എന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഞാൻ പറഞ്ഞു നിർത്തിയാണ്. 1 യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്യോന്യം സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് അന്യോന്യമുള്ള ഒരു സ്നേഹബന്ധമുണ്ടാകും. അഥവാ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒന്ന് കാണാനെ, കേൾക്കാനെ, അവരുടെ ദുഃഖമറിയാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതല്ല. അന്യോന്യമുള്ള സ്നേഹബന്ധം വർദ്ധിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് പറഞ്ഞങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ശത്രുക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസമുണ്ട്. ഹല്ലേലൂയ. പാപം, പ്രലോഭനം, പൈശാചികമായ ശക്തികളുടെ മുമ്പിൽ നിങ്ങൾ മുട്ടിട്ടടിക്കുമോ? ആരെങ്കിലും വന്നിട്ട് 2 പേര് ഇപ്പം സഹോദരിമാരുടെ മീറ്റിംഗ് നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങാം. ചെന്ന ഉടനെ തന്നെ സഹോദരിമാർ ഓമനപ്പഴി ആൻറ്റി ട്രീസായും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ സഭയിൽ വേറൊരാളുടെ കുറ്റം വന്നിട്ട് മൂളിക്കൊക്കെ എടുത്ത് നമ്മൾ പറയുക. എന്നിട്ട് അത് കേൾക്കാനായിട്ട് എത്ര താല്പര്യം. നിങ്ങൾ പറയുമെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര ജിജ്ഞാസയാണ്. എന്നിട്ട് പാസ്റ്ററുടെ വീട്ടിൽ അങ്ങനെ അവരുടെ അതൊക്കെ പറയണ്ടേട്ടാ, ഇത് ആരുടെടുത്തും പറയരുത്. ഞാനിന്ന് കാണുന്നതും കേൾക്കുന്നതൊക്കെ
ഹല്ലേലൂയ. ദൈവസഭയുടെ അവസ്ഥകൾ, ഇതിൻ്റെ പ്രലോഭനം ഇങ്ങനെ. ഈ നാവെന്ന് പറയുന്ന സാധനം കൊടിയ വിഷമാണല്ലോ. ഇതിനകത്ത് എന്തും പറഞ്ഞു കളയും, എന്തും. ആരും അറിയത്തില്ലെന്ന വ്യാരം. ഹല്ലേലൂയ. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മിൽ കൂടി വരുമ്പോൾ നാട്ടുകാർ പറയുന്നത് 4 പെണ്ണുങ്ങൾ കൂടിയാൽ നരകമാണ്. 4 പെണ്ണുങ്ങൾ കൂടി എന്നാൽ നരകം, 3 പെണ്ണുങ്ങൾ കൂടി എന്നാൽ നരകം, 4 പെണ്ണുങ്ങൾ കൂടി എന്നാൽ നരകം. അപ്പം നമുക്ക് 4 വേണ്ട, 3 വേണ്ട, 5 മതി. 5 പെണ്ണുങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ 3 പെണ്ണുങ്ങളായിക്കോട്ടെ, നമുക്ക് നരകം വേണ്ട. ദൈവസാന്നിധ്യം ഇറങ്ങി വന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. ഞാനങ്ങ് നിയന്ത്രിച്ചിട്ടില്ല. അവസരം വരുമ്പോഴേ ഇവൻ തലപൊക്കത്തുള്ളൂ. യേശുവിൻ്റെ സാക്ഷിയാകുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വന്നാലേ, അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങ് നിർത്തണം. പരിശുദ്ധാത്മാവ് ഒരാളുടെ കൂടെ വന്നങ്ങ് വാസം ചെയ്താൽ, ഇവന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വചനം ഒന്ന് കേൾക്കുമ്പോൾ, ഇന്ന് നിന്റെ വിശപ്പടക്കുന്ന ദൈവം, ഇന്ന് നിന്റെ വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്ന ദൈവം, ഇന്ന് നിന്റെ കണ്ണുനീര് മാറ്റുന്ന ദൈവം, അത് ചെയ്തില്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മാവിൻ്റെ കുളിർമയാണോ? ക്രിസ്തുവിനെ നേടാൻ നീ സകലവും ചവറന്നെണ്ണണം, നീ സകലത് ഉപേക്ഷിക്കണം, നിന്റെ ജീവൻ പോലും കളയണം ക്രിസ്തുവിനെ നേടണമെങ്കിൽ എന്ന് പറയുന്ന ഈ സുവിശേഷമാണോ? വചനത്തിലെ ആഴമായ സത്യങ്ങളെ കേൾക്കാൻ ഉറക്കം വരുമോ? ഒരു കേൾക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾക്ക് നേടണമെങ്കിൽ, എനിക്ക് യേശുവിനെ നേടുവാൻ, കർത്താവായ യേശുവിനെ കിട്ടുവാൻ ഞാൻ സകലവും ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. എന്തെല്ലാമാണ് അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഉപേക്ഷിച്ചത്? കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാതറിയാവുന്നതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയത്തില്ലെന്നും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാം. അതിൻ്റെ 26-ാം വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ ജീവനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? അതിൻ്റെ മുകളിലത്തെ വാക്യം എന്താണ്? നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണത്. അതിൻ്റെ മുകളിലത്തെ വാക്യം പറഞ്ഞത്, ഒരുവൻ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ഞാൻ ചോദിച്ചു നിർത്തുക. ഈ ആഴമായ വചനം യേശു പഠിപ്പിച്ചത് നിന്റെ ജീവനെ രക്ഷിക്കാനാണോ നീ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും? നിന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. എന്നോടൊന്ന് എല്ലാവരും ഒന്ന് കരം ഉയർത്തി എന്നോട്, ഞാൻ ഓരോരുത്തരും ചോദിക്കാൻ പോകാം. ജീവനെ രക്ഷിക്കാനാണോ നീ ജീവിക്കുന്നത്? ജീവനെ കളയാനാണോ നീ ആഗ്രഹിക്കുന്നത്? രക്ഷിക്കാൻ. എന്തിനാണ്? കളയാൻ. ഹലോ, ഞാൻ ചോദ്യം ഒക്കെ നിർത്തുക. ജീവനെ കളയണ്ട, 10 രൂപ കളയാലോ. നിന്റെ ജീവനെ നീ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മാസത്തിൽ 1 ദിവസത്തെ ജോലി അല്ലേ? ഹലോ, 1 ദിവസത്തെ ജോലി മാറ്റി വെച്ചിട്ട് ഞാൻ വരിക, നമുക്കിന്ന് സുവിശേഷ വേല. ജീവനെ കളയണ്ട. 1 ദിവസം കർത്താവിന് വേണ്ടി കളയാവോ? 1 ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കാവോ? നിങ്ങളുടെ തീരുമാനത്തെ മാനിക്കട്ടെ. നിങ്ങൾ എന്ത് കളയുന്നോ നിങ്ങൾക്കത് കിട്ടും. ഇതാണ് സുവിശേഷം. നിങ്ങൾ പിടിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾ ജീവനെ നേടുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഇവിടുത്തെ സമ്പത്ത് നേടാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ, നിങ്ങൾ അതിനെ കളയും. ഇവിടുത്തെ ആരോഗ്യം നേടുവാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ, ഇന്ന് സുവിശേഷം എന്തിനാ? ഇതല്ലേ നമ്മുടെ സുവിശേഷം കേൾക്കുന്നത്? ഈ സുവിശേഷം യേശു പഠിപ്പിച്ചതാണ്. ഇത് പൗലോസ് പഠിപ്പിച്ച സുവിശേഷമാണ്. ഈ സുവിശേഷം വേണോ?
എന്തൊരു കഠിന ഉപദേശമല്ലേ! എങ്ങനെ സമയം വരാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അകത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴമായ സത്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിനകത്ത് നിങ്ങളെ ഇത്രയും പറഞ്ഞ് പേടിപ്പിച്ച് വിടുകയല്ല. ഈ ജീവനെ നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന? ആത്മാവിനെ കിട്ടും. ഇവിടെ ദൈവത്തെ കിട്ടി. ദൈവത്തോടു കൂടെ 100 മടങ്ങ് ഉപദ്രവങ്ങളോടുകൂടെ നന്മ തരും. 100 മടങ്ങ് ഉപദ്രവങ്ങളോടുകൂടെ ഇവിടെ നന്മ തരും. ഞാൻ പറയുന്ന നീ കളയണം. നീ അതിനെ ചവറെണ്ണണം. പിടിച്ചു വെച്ചിട്ട് 100 മടങ്ങ് കിട്ടുമെന്ന് പറയുന്നെങ്കിൽ അത് വേദപുസ്തകത്തിന്റെ ഭാഷയല്ല. സഹായിക്കട്ടെ ദൈവത്തിന്റെ വചനത്താൽ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മ വ്യക്തി വന്നാലേ ഈ സത്യം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ആ പരിശുദ്ധാത്മ വ്യക്തി എൻ്റെ അകത്ത് പരിവർത്തിക്കുന്നില്ലെങ്കിൽ എനിക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഇരുന്നും കൊണ്ട് തരികട കാണിച്ചു പോകാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൻ്റെ സത്യം നഷ്ടപ്പെടുത്തുന്നതാണ്. നഷ്ടപ്പെടാൻ ഹല്ലേലൂയ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പാട്ട് പാടിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇവിടെ വന്നപ്പോഴൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നഷ്ടപ്പെടുവാൻ ഇല്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ അവരന്ന് കൈവിലങ്ങുകളും മരണവും വേണ്ടിയിട്ടാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. എന്താണെന്ന് നമുക്കറിയാം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് കൈവിലങ്ങാണോ? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് കഷ്ടമാണോ? നഷ്ടപ്പെടുവാനാണോ അവരുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയുന്നത് സത്യത പൂർണ്ണമായിട്ട്. പക്ഷേ ഞാൻ തുറന്നു പറയാം, ക്രിസ്തുവിനെ നേടുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് ലോകം നഷ്ടമാണ്. ഈ ലോകത്തെ ജീവിക്കുമ്പോൾ തന്നെ ഒന്നുമില്ലാത്തവനെ പോലെ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ഇത് നമുക്ക് ക്രിസ്തുവിനെ ആസ്വദിച്ചുകൊണ്ട് ഇതിനകത്ത് ആനന്ദിപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ നേടുവാൻ ഈ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നിശ്ചയം.